1 അധ്യായം 8. റോമാക്കാരുടെ കീർത്തിയെപ്പറ്റി യൂദാസ് കേട്ടു. അവർ പ്രബലരും തങ്ങളോട് സഖ്യം ചേരുന്നവർക്ക് ഗുണകാംക്ഷികളും തങ്ങളെ സമീപിക്കുന്നവർക്ക് സൗഹൃദം നൽകുന്നവരുമാണ്. അവർ നടത്തിയ യുദ്ധങ്ങളെക്കുറിച്ചും ഗലാത്യർക്കിടയിൽ ചെയ്ത വീരകൃത്യങ്ങളെക്കുറിച്ചും ഗലാത്യരെ പരാജിതരാക്കി കപ്പം ഈടാക്കിയതിനെക്കുറിച്ചും ആളുകൾ അവനോട് പറഞ്ഞു. സ്പെയിൻ ദേശത്തെ വെള്ളിയും സ്വർണ്ണഖനികളും കൈവശപ്പെടുത്താൻ അവർ അവിടെ എന്തു ചെയ്തെന്നും സ്ഥലം വിദൂരത്തായിരുന്നിട്ടും തങ്ങളുടെ ക്ഷമാപൂർവമായ ആസൂത്രണങ്ങൾ വഴി അവർ ആ പ്രദേശം മുഴുവൻ എങ്ങനെ കീഴ്പ്പെടുത്തിയെന്നും അവൻ അറിഞ്ഞു. ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് തങ്ങൾക്കെതിരെ വന്ന രാജാക്കന്മാരെ കീഴടക്കുകയും വൻപിച്ച നാശങ്ങൾ വരുത്തുകയും ചെയ്തുവെന്നും ശേഷിച്ചവർ ആണ്ടുതോറും അവർക്ക് കപ്പം കൊടുത്തിരുന്നുവെന്നും അവൻ കേട്ടു. ഫിലിപ്പിനെയും മക്കദോനിയരുടെ രാജാവായിരുന്ന പെർസെയുസിനെയും തങ്ങളെ എതിർത്ത മറ്റുള്ളവരെയും അവർ യുദ്ധം ചെയ്ത് പരാജിതരാക്കി. 120 ആനകളും കുതിരകൾ, രഥങ്ങൾ, വമ്പിച്ച ഒരു കാലാൾപ്പട എന്നിവയുമായി തങ്ങളെ ആക്രമിക്കാൻ വന്ന ഏഷ്യ രാജാവ് മഹാനായ അന്ത്യോക്കസിനെയും അവർ നിശേഷം തോൽപ്പിച്ചു. അവനെ അവർ ജീവനോടെ പിടിച്ചു. അവനും അവന് ശേഷം വരുന്ന ഭരണാധിപന്മാരും കപ്പമായി വലിയ തുകയും ആൾജാമ്യവും നൽകണമെന്നും അവരുടെ പ്രവിശ്യകളിൽ മേൽത്തരമായ ഇന്ത്യ, മേദിയ, ലിദിയ എന്നീ രാജ്യങ്ങൾ വിട്ടുകൊടുക്കണമെന്നും റോമാക്കാർ ആവശ്യപ്പെട്ടു. ഈ ദേശങ്ങൾ അവർ യൂമനസ് രാജാവിന് കൈമാറി. ഗ്രീക്കുകാർ അവരെ നശിപ്പിക്കുവാൻ ആലോചിച്ചിരുന്നു. എന്നാൽ അതറിഞ്ഞ് അവർ ഒരു സൈന്യാധിപനെ അയച്ച് ഗ്രീക്കുകാരെ ആക്രമിച്ചു. ഗ്രീക്കുകാരിൽ വളരെ പേർ മുറിവേറ്റ് വീണു. അവരുടെ ഭാര്യമാരെയും കുട്ടികളെയും റോമാക്കാർ തടവുകാരാക്കി. അവരെ കൊള്ളയടിക്കുകയും ദേശം അധീനമാക്കുകയും കോട്ടകൾ തകർക്കുകയും ചെയ്തു. ഇന്നോളം അവരെ അടിമകളാക്കി വച്ചിരിക്കുന്നു. തങ്ങളെ എതിർത്ത എല്ലാ രാജ്യങ്ങളും ദ്വീപുകളും നശിപ്പിച്ച് അടിമത്തത്തിലാഴ്ത്തി. എന്നാൽ സുഹൃത്തുക്കളോടും ആശ്രിതരോടും അവർ മൈത്രി പുലർത്തിപ്പോന്നു. വിദൂരസ്ഥരും സമീപസ്ഥരുമായ രാജാക്കന്മാരെ അവർ കീഴ്പ്പെടുത്തി. അവരുടെ പ്രതാപത്തെക്കുറിച്ച് കേട്ടവരെല്ലാം അവരെ ഭയന്നിരുന്നു. തങ്ങൾ ഇച്ഛിക്കുന്നവരെ അവർ തുണച്ച് രാജാക്കന്മാരാക്കുന്നു. യഥേഷ്ടം നാടുവാഴികളെ സ്ഥാനഭ്രഷ്ടരാക്കുന്നു. അങ്ങനെ അവരുടെ ഔന്നത്യം പ്രകീർത്തിക്കപ്പെടുന്നു. എന്നിരിക്കലും അവരിലൊരുവനും പ്രതാപം കാണിക്കാൻ കിരീടം ധരിക്കുകയോ ചെങ്കുപ്പായം അണിയുകയോ ചെയ്തിരുന്നില്ല. അവർ തങ്ങൾക്കായി ഒരു ആലോചനാ സംഘത്തിന് രൂപം കൊടുത്തു. ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ഭരണം നൽകാൻ 320 പ്രമാണികൾ ദിനംപ്രതി മുടക്കമില്ലാതെ കാര്യവിചാരണ നടത്തുന്നു. തങ്ങളെ ഭരിക്കാനും ദേശം മുഴുവൻ നിയന്ത്രിക്കാനും വർഷം തോറും അവർ ഒരാളെ ചുമതലപ്പെടുത്തുന്നു. അവൻ്റെ നിർദ്ദേശങ്ങൾ അവർ പാലിക്കുന്നു. അവരുടെ ഇടയിൽ പകയോ അസൂയയോ ഇല്ല. റോമാക്കാരുമായി സൗഹൃദവും സഖ്യവും സ്ഥാപിക്കാനും അടിമത്തത്തിൽ നിന്ന് മോചനം നേടാനുമായി യൂദാസ് ആക്കോസിൻ്റെ പുത്രൻ യോഹന്നാൻ്റെ മകനായ യൂപ്പോളമൂസിനെയും എലയാസറിൻ്റെ മകൻ ജാസനെയും തിരഞ്ഞെടുത്ത് റോമായിലേക്ക് അയച്ചു. ഗ്രീക്കുകാർ ഇസ്രായേലിനെ പൂർണ്ണമായും അടിമത്തത്തിൽ ആഴ്ത്തുകയാണെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. അവർ ദീർഘയാത്ര ചെയ്ത് റോമായിലെത്തി. ആലോചനാ സംഘത്തിന് മുൻപാകെ അവർ ഇപ്രകാരം പറഞ്ഞു: മക്കബേയൂസ് എന്നുകൂടി വിളിക്കപ്പെടുന്ന യൂദാസും അവൻ്റെ സഹോദരന്മാരും യഹൂദ ജനവും കൂടി നിങ്ങളുടെ സ്നേഹിതരും സഖ്യത്തിലുള്ളവരുമായി ഞങ്ങൾ എണ്ണപ്പെടേണ്ടതിന് നിങ്ങളുമായി സമാധാന ഉടമ്പടി സ്ഥാപിക്കാൻ ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നു. ഈ അഭ്യർത്ഥന അവർക്ക് സ്വീകാര്യമായി. സമാധാനത്തിൻ്റെയും സഖ്യത്തിൻ്റെയും സ്മാരകമായി ജെറൂസലമിൽ സ്ഥാപിക്കുവാൻ വോട്ടുതകിടുകളിൽ എഴുതിയ മറുപടി കത്തിൻ്റെ പകർപ്പാണ് ഇത്. റോമാക്കാർക്കും യഹൂദ ജനതയ്ക്കും
കടലിലും കരയിലും എക്കാലവും മംഗളം ഭവിക്കട്ടെ. വാളും വൈരിയും അവരിൽ നിന്ന് അകന്നിരിക്കട്ടെ. റോമാക്കാർക്കോ അവരുടെ അധീനതയിൽപ്പെട്ട ഏതെങ്കിലും സഖ്യരാജ്യത്തിനോ ആണ് ആദ്യം യുദ്ധഭീഷണി ഉണ്ടാകുന്നതെങ്കിൽ യഹൂദ ജനത സന്ദർഭത്തിനൊത്ത് അവരുടെ സഖ്യകക്ഷിയെപ്പോലെ സർവാത്മന പ്രവർത്തിക്കേണ്ടതാണ്. അവരോട് യുദ്ധം ചെയ്യുന്ന ശത്രുരാജ്യത്തിന് യഹൂദർ ധാന്യമോ ധനമോ ആയുധങ്ങളോ കപ്പലുകളോ കൊടുത്തുകൂടാ. ഇത് റോമാക്കാരുടെ തീരുമാനമാണ്. ഈ കടപ്പാടുകൾ ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ അവർ നിറവേറ്റേണ്ടതാണ്. അതുപോലെ യഹൂദർക്ക് ആദ്യം യുദ്ധത്തെ നേരിടേണ്ടി വന്നാൽ റോമാക്കാർ സഖ്യകക്ഷികളെപ്പോലെ സന്ദർഭാനുസരണം പ്രവർത്തിക്കണം. ശത്രുപക്ഷക്കാർക്ക് ധാന്യമോ ധനമോ ആയുധങ്ങളോ കപ്പലുകളോ അവർ നൽകിക്കൂടാ. ഇതും റോമായുടെ തീരുമാനം തന്നെ. ഈ കടമകൾ അവർ വഞ്ചന കൂടാതെ നിർവഹിക്കേണ്ടതാണ്. ഈ വ്യവസ്ഥകളിന്മേൽ റോമാക്കാർ യഹൂദ ജനതയുമായി ഉടമ്പടി ചെയ്യുന്നു. ഈ വ്യവസ്ഥകൾ നടപ്പിലായതിനു ശേഷം ഇതിലെന്തെങ്കിലും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ ഇരു കക്ഷികളും തീരുമാനിക്കുന്ന പക്ഷം തങ്ങളുടെ വിവേചനമനുസരിച്ച് അപ്രകാരം ചെയ്യാവുന്നതാണ്. അവർ വരുത്തുന്ന ഏതു മാറ്റവും സാധുവായിരിക്കും. ദെമത്രിയുസ് രാജാവ് യഹൂദരോട് ചെയ്യുന്ന ദ്രോഹങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഇപ്രകാരം അവർക്ക് എഴുതിയിട്ടുണ്ട്. ഞങ്ങളുടെ സുഹൃത്തുക്കളും സഖ്യകക്ഷിയുമായ യഹൂദരെ നിങ്ങൾ പീഡിപ്പിക്കുന്നതെന്ത്? നിനക്കെതിരായി അവർ വീണ്ടും ഞങ്ങളോട് സഹായം അഭ്യർത്ഥിച്ചാൽ ഞങ്ങൾ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും കടലിലും കരയിലും നിന്നെ ആക്രമിക്കുകയും ചെയ്യും. Chapter 8. Judas had heard of the reputation of the Romans. They were valiant fighters and acted amiably to all who took their side. They established a friendly alliance with all who applied to them. He was also told of their battles and the brave deeds that they had performed against the Gauls, conquering them and forcing them to pay tribute. They had gotten possession of the silver and gold mines in Spain, and by planning and persistence had conquered the whole country, although it was very remote from their own. They had crushed the kings who had come against them from the far corners of the earth, and had inflicted on them severe defeat, and the rest paid tribute to them every year. Philip and Perseus, king of the Macedonians, and the others who opposed them in battle had been overwhelmed and subjugated. Antiochus the Great, king of Asia, who had fought against them with 120 elephants, and with cavalry and chariots and a very great army, had been defeated by them. They had taken him alive and obliged him and the kings who succeeded him to pay a heavy tribute, to give hostages, and a section of Lycia, Mysia, and Lydia from among their best provinces. The Romans took these from him and gave them to King Eumenes. When the men of Greece had planned to come and destroy them, the Romans discovered it and sent against the Greeks a single general who made war on them. Many were wounded and fell, and the Romans took their wives and children captive. They plundered them, took possession of their land, tore down their strongholds, and reduced them to slavery even to this day. All the other kingdoms and islands that had ever opposed them they destroyed and enslaved. With their friends, however, and those who relied on them, they maintained friendship. They had conquered kings both far and near, and all who heard of their fame were afraid of them. In truth, those whom they desired to help to a kingdom became kings, and those whom they wished to depose they deposed, and they were greatly exalted. Yet with all this none of them put on a crown or wore purple as a display of grandeur. They had made for themselves a senate house, and every day 320 men took counsel, deliberating on all that concerned the people and their well-being. They entrusted their government to one man every year to rule over their entire country, and they all obeyed that one, and there was no envy or jealousy among them. So Judas chose Eupolemus son of John, son of Achus, and Jason son of Eleazar, and sent them to Rome to establish an alliance of friendship with them. He did this to get rid of the yoke, for it was obvious that the kingdom of the Greeks was subjecting Israel to slavery.
After making a very long journey to Rome, the envoys entered the Senate and spoke as follows: Judas, called Maccabees, and his brothers, with the Jewish people, have sent us to you to make a peaceful alliance with you, and to enroll ourselves among your allies and friends. The proposal pleased the Romans, and this is a copy of the reply they inscribed on bronze tablets and sent to Jerusalem, to remain there with the Jews as a record of peace and alliance. May it be well with the Romans and the Jewish nation at sea and on land forever. May sword and enemy be far from them. But if war is first made on Rome, or any of its allies in any of their dominions, the Jewish nation will help them wholeheartedly, as the occasion shall demand, and to those who wage war they shall not give nor provide grain, arms, money, or ships. This is Rome's decision. They shall fulfill their obligations without receiving any recompense. In the same way, if war is made first on the Jewish nation, the Romans will help them willingly, as the occasion shall demand, and to those who are attacking them there shall not be given grain, arms, money, or ships. This is Rome's decision. They shall fulfill their obligations without deception. On these terms the Romans have made an agreement with the Jewish people. But if both parties hereafter decide to add or take away anything, they shall do as they choose, and whatever they shall add or take away shall be valid. Moreover, concerning the wrongs that King Demetrius has done to them, we have written to him thus: Why have you made your yoke heavy upon our friends and allies, the Jews? If they complain about you again, we will do them justice, and make war on you by land and sea.